ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ സ്മാർട്ട് ഫോൺ വിശേഷമായി വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ iQOO30 പറ്റിയാണ്. iQOO12 സക്സസിന് ശേഷം iQOO അടുത്തതായി പുറത്തിറക്കാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് iQOO30. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയി ഒന്ന് പരിശോധിക്കാം. പ്രൊസസർ സ്നാപ്ഡ്രാഗൺ 8 Gen 4 ചിപ്സെറ്റ് ആണ് തന്നിട്ടുള്ളത്. 3nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ നിർമ്മിച്ചൊരു പ്രൊസസറാണിത്. 4.1 GHz ആണ് ഇതിന്റെ ക്ലോക്ക് സ്പീഡ്. 8 കോർസ് ഉള്ള CPU ആണിത്. 4.1 GHz 2 പെർഫോം കോഴ്സും 2.8 GHz 6 എഫിഷ്യൻസി കോഴ്സുമാണ് ഉള്ളത്. ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് TSMC ആണ്. 35 ലക്ഷത്തിന് മുകളിൽ AnTuTu സ്കോർ ആണ് ഈ പ്രോസസ്സറിൽ നിന്നും ലഭിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന GPU Adreno 760 GPU ആണ്. അപ്പോൾ പ്രോസസ്സറിലേക്ക് നോക്കിയാൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹൈലി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. iQOO സ്മാർട്ട് ഫോൺസ് ഗെയിമിങ്ങിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ മികച്ചൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും ലഭിക്കും. ഇനി സ്റ്റോറേജിലേക്ക് വന്നാൽ LPDDR5T 16 GB റാം ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. UFS 4.0 256 GB 512 GB എന്നീ ഇന്റേണൽ സ്റ്റോറേജ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഈ സ്മാർട്ട് ഫോണിൽ ഇല്ല. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.7 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. ഇതൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. E6 AMOLED സ്ക്രീനാണ് ഇവിടെ വരുന്നത്. 525 ppi ആണ് ഇതിന്റെ പിക്സൽ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പറായ ഒരു ഡിസ്പ്ലേ ആണിത്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണിത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിറ്റെക്സ് 2 സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണിത്. P3 കളർ ഗ്യാമറ്റ് ഗ്രേഡ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ കൂടിയാണ്. എന്ന് വെച്ചാൽ തിയേറ്റേഴ്സിന്റെ സ്ക്രീനിന് ഗ്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന അതേ ടെക്നോളജി 100% കളർ അക്യൂറസി നൽകുന്ന ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഇത്. ഇനി ക്യാമറയിലേക്ക് വന്നാൽ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. 3 ക്യാമറകളും 50 മെഗാപിക്സൽ ക്യാമറകളാണ്. അതിൽ 50 MB മെയിൻ ക്യാമറ 4K 60 FPS വരെ മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. ഇനി സെക്കൻഡറി ക്യാമറയായ 50 MB അൾട്രാ വൈഡ് ക്യാമറയിൽ 4K 60 FPS വരെ മാക്സിമം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരു മാക്രോ ക്യാമറ കൂടിയായി ആക്ട് ചെയ്യുന്നതാണ്. തേർഡ് സെൻസറായ 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയിൽ 3x ഫോക്കൽ ലെങ്ത് വരുന്ന ടെലിഫോട്ടോ ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. 4K 60 FPS വരെ മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. ഈ സൈഡിലെ 3 ക്യാമറകളും OIS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറകളാണ്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. 1080p 30 FPS വരെയാണ് മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 4K 30 FPS വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. കാരണം ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ഫ്രണ്ട് സൈഡിൽ തരാറുണ്ട്. അതുകൊണ്ട് തന്നെ iQOO ഇവിടെ 4K സപ്പോർട്ട് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറയിലേക്ക് വന്നാൽ നല്ലൊരു ക്യാമറ setup തന്നെയാണ് iQOO ഇവിടെ തന്നിട്ടുള്ളത്. iQOO ഒരു പെർഫോമൻസ് ഡിവൈസ് ആണെങ്കിലും ഒരു ഗെയിമിംഗ് ഡിവൈസ് ആണെങ്കിലും നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് iQOO ഡിവൈസ്. അപ്പോൾ ഇവിടെയും നല്ലൊരു ക്യാമറ പെർഫോമൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വന്നാൽ FunTouchOS 15 Android 15 ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ബാറ്ററിയിലേക്ക് വന്നാൽ 6000 mAh വലിയൊരു ബാറ്ററിയാണ് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. 120 വാട്ട്സിൻ്റെയോ 100 വാട്ട്സിൻ്റെയോ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടാകും. ഇനി അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വിവോ V2 ISP ചിപ്പ് ഉണ്ട്. ഡിസ്പ്ലേ ചിപ്പാണ്. പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യും. ഇത് iQOOലേക്ക് വരുമ്പോൾ iQOO ചിപ്പ് എന്ന പേരിലായിരിക്കും വരിക. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് സപ്പോർട്ടും ഉണ്ട്. NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് നൽകിയിട്ടുള്ളത്. USB Type-C വെർഷൻ 3.1 ആണ് USB പോർട്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് നൽകിയിട്ടുള്ളത്. Wi-Fi 7 ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഡുവൽ 5G സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതർ ഫീച്ചേഴ്സ്. ഇനി കൺക്ലൂഷനിലേക്ക് വന്നാൽ 55,000 എന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുക. ഇതിന്റെ കൂടുതലായിട്ടുള്ള അനൗൺസ്മെന്റ് ഒക്ടോബർ മാസത്തിൽ iQOO പുറത്തുവിടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ലോഞ്ചിങ് ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസംബറിലാണ്. ഈ വർഷം തന്നെ 2024 വർഷത്തിൽ തന്നെയായിരിക്കും ഈ ഫോണിന്റെ ലോഞ്ചിങ് നടക്കുക. അപ്പോൾ ഓവറോൾ നോക്കിയാൽ വളരെ പവർ പാക്കഡ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് iQOO30. ലാസ്റ്റ് മോഡലായ iQOO12 വളരെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റിന്റെ ഏറ്റവും പെർഫോമൻസ് കൂടിയ സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു iQOO12.
അപ്പോൾ അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന ചിപ്സെറ്റിന്റെ മാക്സിമം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും iQ30. iQ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ 55,000 രൂപ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചൂസ് ചെയ്യാവുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് iQ30. റൂമേഴ്സ് പ്രകാരമുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കുറേയൊക്കെ കൺഫേംഡ് സ്പെസിഫിക്കേഷൻസ് ആണ്. ഡിസ്പ്ലേ, ക്യാമറ, സോഫ്റ്റ്വെയർ, ബാറ്ററി ഇതൊക്കെ കൺഫേംഡ് ആണ്. അതർ ഫീച്ചേഴ്സിൽ വരുന്ന ചില കാര്യങ്ങളിൽ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.